ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മഹേന്ദ്ര സാറിനോട് ഞാനിപ്പോ പോയി എന്താ പറയുക? മാണിക്കോത്ത് മഹേന്ദ്രന്റെ മകനാ ഞാൻ. അതെന്താണെന്ന് അറിയിക്കാൻ പോയിരിക്കാന്ന് പറഞ്ഞാ മതി. അപ്പൊ അച്ഛൻ പറയും അവൻ എന്റെ മകനാണെന്ന്. അപ്പോ എങ്ങനെയാ കുട്ടി കാര്യങ്ങള്? ഫുൾ ടാങ്ക് പെട്രോൾ ഉണ്ട്. ബാക്കിയൊക്കെ മച്ചമ്പിടെ ഇഷ്ടം പോലെ ആയിക്കോ. എന്നാ പിന്നെ സ്വാമി വിട്ടോ. അവിടെ വീട്ടിലെ കുഞ്ഞിനെ കാണാൻ അച്ഛനും അമ്മയും ചന്ദ്രയും എല്ലാം കാത്തിരിക്കുക. അവർക്കെന്നെ എപ്പോ വേണേലും കാണാലോ. പക്ഷേ ഞാൻ ജയിലിൽ കിടന്നപ്പോ കാണാൻ ആഗ്രഹിച്ച കുറച്ചു പേർ ഇവിടെ ഉണ്ടല്ലോ. ആ കണക്കുകൾ തീർക്കാതെ എനിക്ക് എങ്ങനെയാ സ്വാമി കിടന്നാൽ ഉറക്കം വരിക? അതുകൊണ്ട് മാണിക്കോത്തേക്കല്ല ഞാൻ പോകുന്നത്, പ്ലാമൂട്ടിലേക്കാ. യോഹന്നാന്റെ തട്ടകത്തിലേക്ക്. ഇത് ശിവോഹം, എനിക്കിത് നിയോഗം. പക്ഷേ അവർക്കത് വിയോഗം. അല്ല കുഞ്ഞ്, അതിപ്പോ മഹേന്ദ്ര സാറ് കണക്കുകൾ പിന്നത്തേക്ക് ബാക്കി വെക്കുന്ന സ്വഭാവം ഈ ശിവനില്ലെന്ന് സ്വാമിക്ക് അറിയാലോ. കൊടുക്കേണ്ടത് കൊടുക്കേണ്ട സമയത്ത് തന്നെ പലിശ സഹിതം തിരിച്ചു കൊടുക്കണം. എന്ത് ചെയ്യാനാ? അതാണ് ശീലം. അതൊക്കെ ശരിയാണ് കുഞ്ഞ്. പക്ഷേ ഇപ്പൊ അവരുടെ സമയമാണ്. കണ്ടില്ലേ, ഈ കളിയിൽ ആദ്യത്തെ നീക്കത്തിൽ തന്നെ അവര് ജയിച്ചത്. പറ്റിയ സമയം നോക്കി നമുക്ക് കാത്തിരിക്കാം. അനുകൂലമായ സന്ദർഭം വരുമ്പോ നമുക്ക് തിരിച്ചടിക്കാം. അതാണ് ബുദ്ധി. അവിടെ സ്വാമിക്ക് തെറ്റി. കിട്ടുന്ന ആദ്യത്തെ സന്ദർഭത്തെ അനുകൂലമാക്കി മാറ്റുക എന്നുള്ളതാ എന്റെ സ്വന്തം പോളിസി. ഈ കളിയുടെ ബാക്കി കാണാൻ ടിക്കറ്റ് എടുത്ത് വെച്ചോ. വെറും ഒരു ഫൗൾ പ്ലേയില് എന്നെ വീഴ്ത്താമെന്ന് കരുതിയോ? അതിനുള്ള മറുപടി കൊടുക്കാതെ ഞാൻ മടങ്ങുമെന്ന് കരുതിയോ? സ്വാമി ചെല്ലേ. ഇനി ആടാൻ പോകുന്ന ആട്ടക്കഥ ഇവിടെ അല്ല, പ്ലാമൂട്ടിലെ തിരുമുറ്റത്ത്, യോഹന്നാന്റെ നെഞ്ചത്ത്. എന്നാ പിന്നെ കുട്ടി, എല്ലാം ഓക്കെ അല്ലടാ? റെഡിയല്ലേടാ? റെഡിയല്ലേടാ? കുട്ടിയോ? എവിടെ? മച്ചമ്പി, കുട്ടിയെത്തി. അപ്പൊ സ്വാമി കാണാം. ചതിച്ചല്ലോ ഭഗവാനെ. മച്ചമ്പി, ഇതെന്തൊരു കോലമാടാ ഇത്. ഇങ്ങോട്ട് എത്തിപ്പെടണ്ടേ മച്ചമ്പി? അതിനുള്ള വേഷം കെട്ട ഇതൊക്കെ. ആ പിന്നെ സുഖല്ലടാ? മച്ചമ്പി അകത്ത് അതിന്റെ ഒരു സുഖക്കേട് എനിക്കുണ്ടായിരുന്നു. മച്ചമ്പി പുറത്തിറങ്ങിയപ്പോ അതങ്ങ് മാറിക്കിട്ടി. അപ്പൊ പിന്നെ എല്ലാം ഓക്കെ അല്ലേ? എല്ലാം ഓക്കെയാ. അതിനു മുമ്പേ ഒരു കാര്യം. ഇന്ന് പിടിച്ചേ. വാ കുട്ടി. കുഞ്ഞ്,
മഹേന്ദ്ര സാറിനോട് ഞാനിപ്പോ പോയി എന്താ പറയുക? മാണിക്കോത്ത് മഹേന്ദ്രന്റെ മകനാ ഞാൻ. അതെന്താണെന്ന് അറിയിക്കാൻ പോയിരിക്കാന്ന് പറഞ്ഞാ മതി. അപ്പൊ അച്ഛൻ പറയും അവൻ എന്റെ മകനാണെന്ന്. അപ്പോ എങ്ങനെയാ കുട്ടി കാര്യങ്ങള്? ഫുൾ ടാങ്ക് പെട്രോൾ ഉണ്ട്. ബാക്കിയൊക്കെ മച്ചമ്പിടെ ഇഷ്ടം പോലെ ആയിക്കോ. എന്നാ പിന്നെ സാമി വിട്ടോ. ഞങ്ങക്ക് ഒരു 1.5 പണിയുണ്ട്. പിന്നെ പ്രത്യേകം പറയുന്നു, ഇടയ്ക്കിടയ്ക്ക് ശല്യം ചെയ്യരുത്. ഞങ്ങളൊരല്പം ബിസി ആയിരിക്കും. കേരള കുട്ടി. ആ എപ്പോ കേറിന്ന് ചോദിച്ചാ മതി. പെട്ടുപോയല്ലോ സ്വാമി. കുഞ്ഞെന്തോ നിശ്ചയിച്ചിട്ടുണ്ട്, അതേ നടക്കൂ. എന്നോട് നേരത്തെ വന്ന് നിൽക്കാൻ പറഞ്ഞിട്ട് ആശാനത് എവിടെ പോയി കിടക്കാണ്? ഇവിടെ തന്നെ തുടങ്ങാം. ആ ശരി എന്നാ. അല്ല GP ബ്രോമച്ചാനും ഉണ്ടല്ലോ. നീ ഇറങ്ങിക്കോ. ആ എവിടേക്കെങ്കിലും പോവാൻ ഇറങ്ങിയതായിരിക്കും. ആ നീ എത്തിയല്ലേ? ബ്രോമച്ച. ഹലോ. കാശ് വാങ്ങിച്ച? ഞാൻ ഒറ്റയ്ക്ക് പോവാനോ? അവര് പപ്സിനെറിയും. എടാ നമുക്ക് തരാനുള്ള കാശല്ലേ ചോദിക്കണേ, നമുക്ക് അർഹതപ്പെട്ട കാശ്. പിന്നെന്ത്? പക്ഷെ അത് ആശാൻ ചോദിക്കുന്ന പോലെ അല്ലല്ലോ ഞാനൊക്കെ ചോദിക്കുമ്പോ. എന്തേ അവരെന്താ നിന്നെ പിടിച്ച് വിഴുങ്ങോ? എന്റെ ആശാന്റെ ഒരു സ്റ്റൈലും ആ ഇടിവളയുടെ കിടപ്പും പൗരുഷൊക്കെ കണ്ടിട്ടല്ലേ തട്ടലും മുട്ടലും കൂടാതെ ചെന്ന് ചോദിക്കുമ്പോഴേ ആളുകൾ കാശെടുത്ത് തരുന്നത്. തരാനുള്ളതാണെങ്കിലും തരുന്നത് കാശല്ലേ. ആർക്കാണെങ്കിലും തരാനൊരു മടിയൊക്കെ കാണും. അങ്ങനെയാണെങ്കിൽ അതൊന്ന് പരീക്ഷിക്കണല്ലോ. അതെ, ഇന്നിപ്പോ ഇവിടുന്ന് കാശ് വാങ്ങിക്കാൻ പോകുന്ന ഞാനല്ല. പിന്നെ ഞാനാ? നീയല്ല. ദേ ഇവനാണ് ഇനി കാര്യങ്ങളൊക്കെ നോക്കുന്നത്. നീ ഒന്ന് കൂടെ ചെന്നാൽ മാത്രം മതി. പണമൊക്കെ അവൻ വാങ്ങിച്ചോളൂ. എന്റെ ആശാന ഇവിടെ കുഴപ്പങ്ങളൊന്നും ഇല്ല. പക്ഷെ ചില സ്രാവുകൾക്ക് മുമ്പിൽ കാശിന് ചെല്ലണമെങ്കിൽ ആശാൻ വേണം. ഞാൻ പറഞ്ഞു കമല, എന്റെ കയ്യിൽ നിൽക്കില്ല എന്ന്. അതെനിക്കറിയാം. എടാ ഞാനില്ലെങ്കിൽ ഈ കാണുന്ന കാശൊക്കെ തിരിച്ചു പിടിക്കാൻ പിന്നെ വേറെ ആരോ ഉള്ളേ? എടാ അമ്മയ്ക്കൊറ്റയ്ക്ക് എന്താ ചെയ്യാൻ പറ്റുക? അല്ല ആശാൻ ഇത് എവിടേക്കാ പോകുന്നേ? അയാളാ മനുഷ്യന്റെ കാര്യമില്ലേ. ഇനിയിപ്പോ ഒന്ന് ഹിമാലയത്തിൽ കയറണമെന്ന് ഒരു ആഗ്രഹം തോന്നി, അപ്പൊ പിന്നെ അവിടെ പോവാതിരിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഇപ്പൊ എനിക്കൊന്ന് ലോകം ചുറ്റി കാണണം തോന്നിയാലോ? എന്തായാലും എനിക്ക് പോവാതിരിക്കാൻ പറ്റില്ലല്ലോ. ഓ കേട്ടിട്ട് തന്നെ എന്റെ തല കറങ്ങുന്നത്. അല്ല ഇപ്പൊ ഞങ്ങൾ എന്താ ചെയ്യണ്ടേ?